എടി പെണ്ണേ, നീ എവിടാ? എന്തെടുക്കാണ്? ഞാനിവിടെ ഉണ്ടമ്മേ. ഞാനിവിടെ വർത്താനം പറഞ്ഞിരിക്കാണ്. ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. ഡി, ഇപ്പൊ ടൈം എത്രയായി? അറിയാമേ, ഞാൻ ദേ വരുന്നു. എൻ്റെ ശശിയേട്ടാ, അമ്മൂനെ കൊണ്ട് ഞാൻ തോറ്റു. എത്ര പറഞ്ഞാലും ഈ കുട്ടി ഒന്നും കേക്കില്ല. അവർ വരാറായി. ഓ അമ്മേ, ഒന്ന് നിർത്തിക്കേ, ഞാൻ ദേ വന്നു. 10 മണിക്കല്ല അവർ വരുള്ളൂ. ഓ, എന്നെ നിങ്ങൾക്ക് അറിയില്ല അല്ലേ? എൻ്റെ പേര് നിവേദ്യ. എല്ലാവരും എന്നെ അമ്മൂന്ന് വിളിക്കും. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്നെന്നെ പെണ്ണ് കാണാൻ വരാണ്. ബട്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. കാരണം അറിയോ, ചെക്കൻ വരുന്നില്ല. അച്ഛനും അമ്മയും അനിയത്തിയാ വരുന്നത്. ചെക്കൻ പുറത്താണ്, ഷിപ്പിലാണ് ജോലി. 6 മാസം നാട്ടിൽ, 6 മാസം ഗൾഫിൽ. എന്താവെന്തോ. അമ്മു, നീ എന്താ ആലോചിച്ചിരിക്കുക? ഇല്ലച്ചാ, ഞാൻ ചുമ്മാ ഏത് ഡ്രസ്സ് ഇടുന്ന ആലോചിക്കായിരുന്നു. ആണോ? എങ്കിൽ നീ സാരി എടുത്തോ പെണ്ണെ. ഓ എൻ്റെ ഗുരുവായൂരപ്പാ, ഈ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. എപ്പോഴും സാരിയാണല്ലോ. അതൊക്കെ പണ്ട്. ഇപ്പം കാലം മാറിയച്ചാ. അച്ഛൻ ഒന്നും അറിയണില്ല ഇത്. എൻ്റെ ശശിയേട്ടാ, അവൾ എന്തെങ്കിലും ഇടട്ടെ. ഇപ്പോഴെന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയില്ല. ഒന്നല്ലേ ഉള്ളൂ എന്ന് കരുതി തലയിലും വെച്ചില്ല, താഴെയും വെച്ചില്ല. അങ്ങനെ വളർത്തിയതാ. പറഞ്ഞ ഒരു അനുസരണയില്ല. ആ ചെക്കൻ എന്ത് ചെയ്യുമോ എന്തോ. ഓ, അമ്മേനെ അച്ഛൻ സഹിക്കണില്ലേ? അതിനപ്പുറം ഒന്നും വരാനില്ല. ഒറ്റടി തന്നോണ്ടല്ലോ പെണ്ണെ. ഒന്ന് നിർത്തിക്കോ രണ്ടും കൂടി. ഇപ്പൊ 10 ആകും, അച്ഛൻ പറഞ്ഞു. അമ്മു റൂമിൽ കയറി അലമാര തുറന്ന് കയ്യിലെ ഏറ്റവും നല്ല ചുരിദാർ എടുത്തു. ഇത് കൊള്ളാം, പച്ച കളർ, എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷെ ചെക്ക ഇല്ല. എന്ത് പെണ്ണ് കാണലല്ലേ. പെട്ടെന്ന് പുറത്തുനിന്ന് വണ്ടിയുടെ സ്വരം കേട്ടു. ശശിയേട്ടാ, അവർ എത്തിയിട്ടാ. അമ്മു റെഡി ആയിരിക്കേ. ഓ ശരി, കയറി വരൂ, നമുക്ക് ലിവിങ് റൂമിൽ ഇരിക്കാം. ഞാൻ ശശി, ഇതെൻ്റെ ഭാര്യ ചന്ദ്ര. പിന്നെ അറിയാലോ, ഒരാളെ ഉള്ളൂ, നിവേദ്യ എന്നാ പേര്. അമ്മു എന്നാ ഞങ്ങൾ വിളിക്കുക. ഓ അറിയാം, എല്ലാം ബയോഡാറ്റയിൽ വായിച്ചിരുന്നു. നാൾ നോക്കിയപ്പോൾ 10ൽ 10 പൊരുത്തമാ. ഞാൻ നോക്കിയായിരുന്നു. അതാ വന്നോളാൻ പറഞ്ഞേ. എന്നാ മോന് ലീവ് കിട്ടാ? അവൻ പറഞ്ഞത് അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടായാൽ പറയാനാണ്. അമ്മ പറഞ്ഞു. ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ മോന്. ഞങ്ങൾ അങ്ങനെയാ വളർത്തിയത് വിഷ്ണുവിനെ. ബെഡ്റൂമിൽ എല്ലാം കേട്ട് അമ്മു ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ ചെക്കന് സ്വന്തം ഇഷ്ടമൊന്നുമില്ലേ? ബെസ്റ്റ് ആള്, അവൾ ഓർത്തു. ശശി, കുട്ടിയെ കണ്ടാലോ? ശരി. അമ്മു, അമ്മു ഇവിടെ വന്നേ. ചായയുമായി അമ്മു ഹാളിലേക്ക് വന്നു. കൂടെ ചന്ദ്രയും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ചായ എടുത്തു കൊടുക്കൂ മോളെ, അച്ഛൻ പറഞ്ഞു. ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛൻ. ഇത് അമ്മ. ഇത് അനിയത്തി. ഇവളിപ്പോൾ BSc മൈക്രോബയോളജി കോയമ്പത്തൂരിൽ പഠിക്കുകയാണ്. ലാസ്റ്റ് ഇയർ ആണ്. പഠിക്കാൻ മിടുക്കിയാണ്. ഓ, എന്തൊരു അഹങ്കാരം പിടിച്ച ഫാമിലിയാണിത്, അമ്മ മനസ്സിലോർത്തു. വീട്ടുകാർ ഇങ്ങനെ സ്വയം പൊക്കലാണെങ്കിൽ ചെക്കൻ്റെ അവസ്ഥ എന്തായിരിക്കും, അമ്മ ഓർത്തു. മോള് പ്രൈവറ്റ് കമ്പനിയിലാണെന്ന് കേട്ടു. ഞാനിവിടെ ഡയൽ പാർക്കിൽ MNC കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. പ്രൊജക്റ്റ് ഡെവലപ്പറായി. ഒട്ടും കുറയ്ക്കേണ്ടെന്ന് അമ്മും കരുതി. അനിയത്തി ചോദിച്ചു, ചേച്ചി എത്ര നാളായി അവിടെ കയറിയിട്ട്? 3 കൊല്ലം ആവാറായി. ശശി തുടർന്നു. കമ്പ്യൂട്ടർ എഞ്ചിനീയറാ മോള് പഠിച്ചു കഴിഞ്ഞതും ക്യാമ്പസ് സെലക്ഷനിൽ എൻ്റെ കുട്ടിക്ക് കിട്ടി. ഓ, രണ്ടും കണക്കാ. അമ്മു അമ്മയെ നോക്കി ചിരിച്ചു. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ മിടുക്കാരാ. പഠിപ്പ് കഴിഞ്ഞാൽ ജോലിക്ക് കയറും. വിഷ്ണുവിന് നിർബന്ധമായിരുന്നു ജോലിയുള്ള കുട്ടി മതിയെന്ന്. ശരി ശശി, മോളോട് പോയിക്കോളാൻ പറഞ്ഞോ. അമ്മു അകത്തേക്ക് കയറി. കുറച്ച് നേരങ്ങൾക്ക് ശേഷം എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി. ശശി, ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്, ഞങ്ങൾ വിളിക്കാം. റൂമിൽ പതുങ്ങിയിരുന്ന് അമ്മു എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവരിറങ്ങിയതും അമ്മു പുറത്തിറങ്ങി. എന്താളുകൾ അവര്? ജാടകളാണ് അച്ഛാ. എന്ത് ജാടകള്? എൻ്റെ അമ്മു, അവര് നല്ല കൂട്ടരാ. ഞാൻ അവിടെ പോയതാ, അന്വേഷിച്ചതാ. എല്ലാവർക്കും നല്ല അഭിപ്രായ. വിഷ്ണുവിനെ കുറിച്ച് നാട്ടുകാർക്ക് 100 നാവാണ്. എൻ്റെ പൊന്നോ, ആ വിഷ്ണുവിനെ ഒന്ന് കാണണം. നീ ഫോട്ടോ കണ്ടതല്ലേ? നല്ല ചെക്കനാ, നല്ല ജോലിയും, അമ്മ പറഞ്ഞു. ഫോട്ടോ കണ്ട് എന്താവാൻ അമ്മേ, നേരിൽ കാണണ്ടേ?
നീ ആ ചെക്കനെ കണ്ട് പഠിക്കുക. അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടമാണ് ആ മോനും. അച്ഛൻ തുടർന്നു. ഇവിടെ നിന്നാണെങ്കിൽ അധികം ദൂരവുമില്ല. ഞങ്ങൾക്ക് അവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് കാണാലോ നിന്നെ. ഓ നല്ല മോൻ, അമ്മു ചിരിച്ചു. റൂമിൽ കയറി പതുക്കെ ടേബിളിൽ ഇരിക്കുന്ന ഫോട്ടോ നോക്കി. കൊള്ളാം, നല്ല ചെക്കനാ, കാണാൻ സുന്ദരനാ, സ്വഭാവം നല്ലതായ മതിയായിരുന്നു. അപ്പോഴേക്കും ഒരു കോൾ വന്നു. ഹലോ, ആരാ? ഞാനാ മോളെ, വിഷ്ണുവിൻ്റെ അച്ഛൻ. അച്ഛനില്ലേ മോളെ? ആ ഫോണൊന്ന് കൊടുത്തേ. ആ ഇപ്പൊ കൊടുക്കാം. അച്ഛാ, ഇതാ ഫോൺ. ആരാ മോളെ? അമ്മ ഒന്നും മിണ്ടാതെ നാണത്തോടെ അച്ഛന് ഫോൺ കൊടുത്തു. ആരാ? ഞാനാ ശശി, വിഷ്ണുവിൻ്റെ അച്ഛൻ ഹരി. ഞങ്ങൾക്കെല്ലാം കുട്ടീനെ ഇഷ്ടമായി. വിഷ്ണുവിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഇപ്പൊ ലീവില്ലല്ലോ. അവൻ IMO കോളിൽ വരാമെന്ന്. ഒന്ന് കുട്ടിയോട് പറഞ്ഞേക്ക്. ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാട്ടോ. ശശി, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ആ ഞാൻ മോളോട് പറയാം. ഫോൺ കട്ട് ചെയ്തു. അമ്മു, അതേ നിന്നെ വിഷ്ണു വിളിക്കൂട്ടോ. IMO എന്നാ പറഞ്ഞത്. IMOയോ? എൻ്റെ ഈശ്വര, അതൊന്നും ശരി, എൻ്റെ നമ്പർ കൊടുക്കണ്ടാട്ടാ, അമ്മയുടെ നമ്പർ കൊടുത്തേര്. ശരി, ഞാൻ കൊടുത്തോളാം. അങ്ങനെ ആവട്ടെ. IMOയിൽ കണ്ട് തീരുമാനിക്കട്ടെ. നിമിഷ ചിരിച്ചു. രാത്രി ആവാറായി. അമ്മു 9 മണിക്ക് വിളിക്കുന്നാട്ടാ പറഞ്ഞേ. ഫോൺ എടുത്ത് വെച്ചേക്ക്. അമ്മു സമയം നോക്കി. 8:50 ആയല്ലോ. വേഗം റൂമിൽ കയറി കണ്ണാടിയിൽ നോക്കി. മുടിയൊക്കെ അഴിച്ചിട്ട് സുന്ദരിയായി. ഫോണിൻ്റെ അടുത്തിരുന്നു. ഒപ്പം അച്ഛനും അമ്മയും കൂടെ ഇരുന്നു. അമ്മു അമ്മയുടെ കൈ മുറുകെ പിടിച്ചു. ഉള്ളിൽ എന്തോ ചെറിയ ഭയത്തോടു കൂടിയ നാണമുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ റിങ് ചെയ്തു. ഹായ് ഫ്രണ്ട്സ്, കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.